ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഞ്ജുമ്മ മരിച്ചെങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ അത് ഇഷിതയുടെ തലയിലേക്ക് വെച്ച് കെട്ടാൻ വേണ്ടി സ്വപ്നവല്ലി അവിടെ കിടന്ന് പെടാപ്പാട് വിട്ടുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും മഹേഷ് ഡോക്ടറോട് പറഞ്ഞു, ഇതിന് എന്തെങ്കിലും സംഭവിച്ച് പോയിട്ടുണ്ടെങ്കിൽ അത് ഇഷിതയുടെ തലയിലേക്ക് വരും, അതുകൊണ്ട് ഡോക്ടർ ഒന്ന് ചെല്ല, അവളെ ഒന്ന് നോക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു വിടുക. അതിനുശേഷം സ്വപ്നവല്ലിയുടെ അടുത്തേക്ക് മഹേഷ് ചെന്നു. എന്തിനാ അമ്മ ഇത്ര സ്വയം വില കളയുന്നത് ചോദിച്ചു. എനിക്ക് എൻ്റെ വിലയേക്കാൾ വലുത് എൻ്റെ മോളുടെ ജീവനാണെന്ന് പറഞ്ഞ് സ്വപ്നവല്ലി മഹേഷിനോട് പറഞ്ഞു കരച്ചിൽ. നമ്മുടെ ഇഷിത അന്തം വിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ മനസ്സിൻ്റെ മരുമകൾക്കുണ്ടായ അനുഭവം നീയും മറന്നെങ്കിലും ഞാൻ മറന്നിട്ടില്ലെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ നമ്മുടെ സ്വപ്നവല്ലി പറഞ്ഞു. ഈ സമയത്ത് മഹേഷ് ദേഷ്യം വന്ന് അവിടുന്ന് പോയി. ഇഷിതയാണെന്നുണ്ടെങ്കിൽ അവിടെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുക. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ രജനിയും അതുപോലെ തന്നെ ആകാശം കൂടെ വഴക്കുണ്ടാക്കുക. അപ്പോൾ രജനി ആകാശിനോട് പറയാണ്, നീ കാണിക്കുന്ന തരികടയൊന്നും എനിക്കില്ല എന്ന്, ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല, ചിപ്പി ഇറങ്ങി പോയില്ല എന്നും എവിടെ ഒളിച്ചിരിപ്പുണ്ടെന്നും ഞാൻ ആകാശിനോട് പറഞ്ഞിട്ട് ആകാശ് അത് കേട്ടായിരുന്നു എന്ന് രജന ചോദിക്കുക. എന്തൊക്കെയായിരുന്നു ഒരു പ്ലാനുകൾ? അപ്പം ചിന്തിയത് ഇറങ്ങിപ്പോകാഞ്ഞത് എൻ്റെ തെറ്റാണോ എന്ന് ആകാശ് ചോദിച്ചു. നേരം എടോ, അവൾ അങ്ങനെ ചെയ്തിരുന്നതെങ്കിൽ നമ്മളുടെ പദ്ധതി ഇപ്പോൾ വിജയിക്കല്ലേ ചെയ്യുക. കയ്യിൽ വന്ന് നല്ലൊരു ചാൻസാണ് നഷ്ടപ്പെട്ടു പോയത്. ഞാൻ അതോർത്ത് നിൽക്കുമ്പോഴാണെന്ന് പറയുമ്പോൾ മോള് പിണങ്ങിപ്പോയപ്പോൾ തമ്മിൽ തല്ലി ഇഷിതും മഹേഷും ഒന്നായി. എൻ്റെ മോളായിട്ട് അത്രയും ചെയ്തു കൊടുത്തില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് മഹേഷിൽ നിന്നും ഇഷിത അടർത്തി മാറ്റാതെ എനിക്ക് സമാധാനം കിട്ടില്ല എന്നും പറഞ്ഞ് രചന. മഹേഷിനെ തകർക്കുന്നതിനേക്കാൾ കവിഞ്ഞ ഇഷിതയുടെ കാര്യത്തിൽ ആകാശിന് ഒരു താല്പര്യവും ഇല്ല എന്നും, ഉണ്ടായിരുന്നെങ്കിൽ ഇഷിത പോലീസ് വലയിലായിട്ടും ആകാശ് എന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക രചന. അതിനിടയിലല്ല വിനോദ് കയറി വന്നത്. പിന്നെ കളികൾ വേറെ ലെവലായില്ലേ എന്നും ചോദിച്ചുകൊണ്ട് ആകാശ് ദേഷ്യപ്പെടുന്നു. CIയുടെ കയ്യിൽ കാര്യങ്ങൾ നിൽക്കാതായി. ജോർജിനാണെങ്കിലോ അയാളുടെ തൊപ്പി നോക്കിയല്ലേ പറ്റുമെന്നൊക്കെ പറയുമ്പം ആകാശ് കൂടുതലൊന്നും എൻ്റെ മുന്നിൽ നിന്ന് പറയണ്ട, ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നടത്തി കിട്ടണമെന്ന് പറഞ്ഞു. അപ്പം നീ വിഷമിക്കാതെ നമുക്ക് അതിനുള്ള വഴികൾ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ കൂടുതൽ ആകാശ് സംസാരിക്കേണ്ട, ഇഷിതയെയും മഹേഷിനെയും അകറ്റാൻ എന്ത് ചെയ്യാൻ പറ്റും ആകാശിന് അത് പറയാൻ പറഞ്ഞു ഈ രചന. മഹേഷിൻ്റെ വീട്ടിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. ഇഷിതയും മഹേഷും തെറ്റുക തന്നെ വേണമെന്നൊക്കെ രചന ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. അതല്ലാതെ അവിടെ ഇവിടെയും കേൾക്കുന്ന ഓരോ വാർത്തകളുമായിട്ട് ആകാശിൻ്റെ അടുത്തേക്ക് വരരുത് എന്നും പറഞ്ഞ രചന ഇങ്ങനെ ഇതായി പറഞ്ഞുകൊണ്ടിരിക്കാം. ഇഷിത എന്നെ വെല്ലുവിളിച്ചതാ, ആദ്യേ അവൾ കൊണ്ടുപോകുമെന്ന്. അവളൊന്നും മനസ്സിൽ കാണാതെ അത് പറയില്ലെന്ന് എനിക്കറിയാമെന്നും, ചില നേരങ്ങളിൽ ആദിയുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങളൊക്കെ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതൊക്കെ കാണുമ്പോഴേ എൻ്റെ മനസ്സിൽ പേടി കൂടി വന്നുകൊണ്ടിരിക്കുക. ഇഷിത നല്ല സ്ത്രീയായി അവന് തോന്നുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ സഹിക്കുമെന്നുള്ള കാര്യം ചോദിച്ചു. എനിക്ക് മുകളിലാണ് അവൻ അവളെ കാണുന്നത്, അതെനിക്ക് സഹിക്കുന്ന കാര്യമല്ല എന്നൊക്കെ പറയുമ്പോൾ, എടോ താനിങ്ങനെ ടെൻഷനാവാതെ, എടോ ഇപ്പം അവൻ അങ്ങനെയൊന്നും പറയുന്നില്ലല്ലോ, അത് അവൾക്ക് മഹേഷിനും അറിയെങ്കിൽ അയാൾക്കൊപ്പം ജീവിച്ചാൽ പോരായിരുന്നു, എന്തിനാ അവൾ എൻ്റെ മക്കളെ കണ്ണു വെക്കണമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക രചന. അത് എന്നോടുള്ള പരസ്യമായി വെല്ലുവിളി, അത് ഞാൻ വിട്ടുകൊടുക്കില്ല എന്നാണ് രചനയുടെ അഭിപ്രായം. എൻ്റെ മോൻ കൂടി എനിക്ക് നഷ്ടമാകുന്ന സാഹചര്യം വന്നാൽ മരണമല്ലാതെ എൻ്റെ മുന്നിൽ മറ്റൊരു വഴിയും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രചന ഇങ്ങനെ പറയുമ്പോൾ ആകാശം ഇന്ന് ആലോചിക്കാം. ആദ്യം ഒതുക്കേണ്ട മഹേഷിനെ അല്ലെ ഇഷിതയാണെന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണെന്നൊക്കെ രചന ഇങ്ങനെ പറയുമ്പോൾ താനിങ്ങനെ ടെൻഷൻ ആവാതെ നമുക്ക് വഴികൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വലിയ വായിൽ എന്തൊക്കെയോ ആകാശ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ, പറയുന്നതല്ലാതെ എന്തെങ്കിലും വിജയിപ്പിച്ച് കാണിക്കാൻ ആകാശിന് ഇന്ന് വരെ കഴിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ രചന പറയാം, ആകാശം നമുക്ക് വഴിയുണ്ടാക്കാമെന്ന് പറയുമ്പോൾ അത്രയും പറഞ്ഞിട്ട് രചന അങ്ങ് പോയി. ആകാശ് തൊട്ടടുത്ത നിമിഷം ഫോൺ എടുത്ത് അയാളുടെ കാര്യം എന്തായെന്ന് ചോദിച്ചു. കൈലാസിൻ്റെ കാര്യം, കോടതിയിൽ അവനെ കൊണ്ടുപോകുന്നത് എന്നെ ഒന്ന് അറിയിച്ചിട്ട് മതിയെന്ന് പറയും. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതും പറഞ്ഞ് അവൻ ഫോണിൽ സംസാരിച്ചുകൊണ്ട് അവിടെ നിൽക്കും ഈ ആകാശ്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആദ്യ സ്കൂളിൽ കാണിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരനും ആദ്യമായിട്ട് സംസാരിക്കുക. അപ്പോൾ ആദ്യയുടെ ബാഗിൽ എന്തൊക്കെയോ കവർ കൊണ്ട് വെച്ചു എന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ കവർ കൊണ്ട് വെച്ച കാര്യങ്ങളെപ്പറ്റി പറയുന്ന ഈ ഒരു സമയത്ത് അവൻ്റെ ഡാഡി എസ് ഐ ആണെന്നുള്ള ഹുങ്കാണ് അവന്, അല്ലെങ്കിൽ നിൻ്റെ ബാഗിൽ കൊണ്ട് വെക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ തന്നെയാണ് വെച്ചതെങ്കിൽ അവനോട്ടുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കൊച്ചിങ്ങനെ പറയാം. അപ്പോഴേക്കും കൂട്ടുകാരൻ വന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞു പിടിയും വലിയും ഉന്തം തള്ളും ഒക്കെ ആയി. അപ്പം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിനക്ക് എത്ര ഡാഡി ഉണ്ടടാ, നിനക്ക് എത്ര മമ്മി ഉണ്ടടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആദ്യം ആ ചെറുക്കൻ കൊച്ച് കളിയാക്കി. അപ്പോഴേക്കും ആദ്യം പിടിച്ച് ഇടിയും വെച്ച് കൊടുത്തിട്ട് ആദ്യം അങ്ങ് പോയി. മൂക്കിൽ നിന്ന് ചോര വന്നുകൊണ്ടേ ഇരിക്കുക ആ കിരൺ എന്ന് പറയുന്ന കൊച്ചിൻ്റെ. പിന്നെ ആ കൊച്ചിനെ പിടിച്ച് വലിച്ച് കൂട്ടുകാരനെ എടുത്തുകൊണ്ടൊക്കെ പോകണം. നിനക്കൊന്നും പറ്റിയില്ലടാ, നിനക്കൊന്നും ഇല്ലടാ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകും കേട്ടോ. പിന്നെ ഹോസ്പിറ്റലിലെ കാര്യങ്ങളും സിറ്റുവേഷനൊക്കെ കാണിക്കുന്നത്. സ്വപ്നവല്ലി അവിടെ നിന്ന് ഭയങ്കര കരച്ചിൽ. അപ്പോൾ നമ്മുടെ മഹേഷ് എന്നിട്ട് പറഞ്ഞു, അമ്മ ഇങ്ങനെ വിഷമിക്കാതെ അവിടെ ഒന്ന് ഇരിക്കാൻ പറഞ്ഞു. നിനക്കതൊക്കെ പറയാം, എൻ്റെ മകളാണ് ഇവിടെ ജീവന് വേണ്ടി കിടക്കുന്ന, മരണത്തോട് മല്ലടിക്കുന്നത്, അവളുടെ ഭർത്താവാണെങ്കിൽ ലോക്കപ്പിലും ആണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിൽ.
അമ്മ ഇവിടെ വന്ന് നിന്നിട്ട് എന്ത് കാര്യമുള്ളത്? അകത്തേക്ക് ആരെയും കടത്തി വിടില്ല, ബോധം തെളിയുമ്പോൾ അവർ വിവരം അറിയിച്ചോളും. അമ്മ എന്താ ഇങ്ങനെ? ദയവ് ചെയ്ത് അമ്മ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞുകൊണ്ട് മഹേഷ് പറഞ്ഞു. അപ്പോൾ എൻ്റെ മുരുക ആണ്ടവ, എൻ്റെ മോൾക്കൊന്നും വരരുതെന്ന് പറഞ്ഞു. ആ സമയത്ത് ഇഷിതയെ കണ്ടു ഈ സ്വപ്നവല്ലി. എന്നിട്ട് ഇഷിതയുടെ അടുത്തേക്ക് ചെല്ലുക. നിന്റെ മുഖം കണ്ടാൽ അറിയാം നിന്റെ വിഷമം എന്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയൂ കേട്ടോ. അവൾ മരിക്കുന്നത് നേരിൽ കാണാത്തതിൻ്റെ ആ ഒരു സങ്കടമല്ലേടി നിനക്കെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇഷിതയോട് ചുമ്മാ തട്ടിക്കയറുക. ഈ സമയത്ത് നമ്മുടെ ഇഷിത ഒന്നും മറുപടി പറയാതെ അവിടുന്ന് മാറി അങ്ങ് നിൽക്കുക. അയ്യോ എന്നും പറഞ്ഞ് തലക്കടിയും കരച്ചിലുമായിട്ട് സ്വപ്നവല്ലി ഇങ്ങനെ നിൽക്കുമ്പോൾ മഹേഷ് അമ്മ ആകെ സമനില തെറ്റിയിരിക്കുകയാണെന്നും താൻ എന്തായാലും ഇവിടെ നിൽക്കണ്ട, താൻ ഡ്യൂട്ടിക്ക് പോകാൻ ഇറങ്ങിയതല്ലേ, ഇനിയൊരു വിഷയം ഉണ്ടായപ്പോൾ തനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ പറ്റിയില്ലല്ലോ, താൻ ഡ്യൂട്ടിക്ക് ചെല്ലാൻ പറഞ്ഞു മഹേഷ്. അപ്പോഴേക്കും ഡോക്ടർ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി. ഡോക്ടർ അതെ, ഒരു എമർജൻസി കേസ് വന്നിട്ടുണ്ട്, ഒരു സ്കൂൾ കാഷ്വാലിറ്റിയിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ഡോക്ടർ അങ്ങോട്ടൊന്ന് വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നേഴ്സ് ഇഷിതയുടെ അടുത്തേക്ക് വന്നു. അപ്പം ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇഷിത അങ്ങ് പോയി. ആ സമയത്ത് നമ്മുടെ ആദ്യം ഇടിച്ച കൊച്ചിനെയാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഒരു ഡോക്ടർ അവിടെ നിന്ന് നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇഷിത എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ സ്കൂളിൽ കുട്ടികൾ തമ്മിൽ വഴക്കുണ്ടാക്കിയതാണെന്നും വേറൊരു കുട്ടി ഇടിച്ചതാണെന്നും പറഞ്ഞു. അങ്ങനെ ആ കൊച്ചിൻ്റെ മൂക്കും ഇതൊക്കെ ഇങ്ങനെ പരിശോധിച്ച് നോക്കിയിട്ട് മോൻ പേടിക്കേണ്ട കേട്ടോ, മരുന്ന് കഴിക്കുമ്പോൾ തലവേദന മാറിക്കോളും കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇഷിത കൊച്ചിനോട് പറയാം, ആദ്യം മോൻ്റെ മൂക്കിൻ്റെ എക്സ്റേ എടുത്ത് നോക്കാം കേട്ടോ. വലിയ ഇടിയാണോ കൂട്ടുകാരൻ തന്നെന്ന് ചോദിക്കുമ്പോൾ അവൻ ചാടിയാ ഇടിച്ചത്, ഞാൻ വീണ് പോയെന്നൊക്കെ ഇങ്ങനെ കൊച്ചു പറയുക. അല്ലെങ്കിൽ ഞാനും കൊടുത്തേനെ എന്നൊക്കെ കൊച്ചു പറഞ്ഞപ്പം നീയാളും മോശമല്ലേ, അവനിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കൊച്ചിങ്ങനെ പറഞ്ഞു. എൻ്റെ അച്ഛൻ പോലീസാ, ഇനി കേസൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെ നമ്മുടെ ഇഷിത ഇങ്ങനെ ചോദിച്ചു. എന്നിട്ട് അതെ ഇവൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി ഇവനെ പുറത്ത് കൊണ്ടുപോകട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇഷിത അതെല്ലാം പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി. അതിനുശേഷം ഡോക്ടർ എൻ്റെ ഒരു റിലേറ്റീവ് ഐസിയില്ല, ഇവൻ്റെ കാര്യത്തിൽ ശ്രദ്ധ വേണം കേട്ടോ എന്ന് പറയുമ്പോൾ ഞാൻ നോക്കിക്കോളാം ഡോക്ടർ, ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ ഞാൻ വിളിച്ചോളാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കൊച്ചിൻ്റെ ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ഈ ഒരു സമയത്താണ് ഓടിപ്പിടിച്ച് ആ കൊച്ചിൻ്റെ അച്ഛനും അമ്മയും വരുന്നത്. അപ്പോഴാണ് ഇഷിതയെ കാണുന്നത്. ഇഷിതയെ കണ്ടപ്പോഴത്തേക്കും ഡോക്ടർ ഇഷിതയല്ലേ എന്നെ ഓർക്കുന്നില്ലേ, ഞാൻ ഇന്ദുകല. ഇന്ദു എന്താ ഇവിടെയെന്ന് ചോദിച്ചപ്പം എൻ്റെ മോനാണ് കിരണെന്നും എന്താ അവൻ്റെ അവസ്ഥ എന്ന് ചോദിച്ചു. അപ്പോൾ കൂട്ടുകാർ തമ്മിൽ തല്ലുകൂടിയതാ, കിരണിൻ്റെ മൂക്കിനിട്ടാണ് ഇടി കിട്ടിയിരിക്കുന്നതെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ പേടിക്കാനൊന്നുമില്ല, എക്സ്റേ എടുത്തിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് പോകാം കേട്ടോ എന്നൊക്കെ ഇന്ദുവിനോട് ഇഷിത പറഞ്ഞു. അപ്പോൾ ഇതെൻ്റെ ഹസ്ബൻഡ് സുഗതൻ. അപ്പോൾ സാർ പോലീസിലാണല്ലേ, മോൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ അതെ ഞാൻ സബ് ഇൻസ്പെക്ടർ ആണെന്നൊക്കെ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ പാവം എൻ്റെ മോൻ്റെ മൂക്കിൻ്റെ പാലം ആ ഫ്രോഡ് ചെറുക്കൻ ഇടിച്ച് തകർത്തു എന്ന് തോന്നുന്നത്, കുറേ ബ്ലഡ് പോയെന്നൊക്കെ ഇങ്ങനെ എന്തു പറയുക. അപ്പോൾ കിരൺ ആരോടും അങ്ങനെ വഴക്കിനൊന്നും പോകാറുള്ള ആളല്ല എന്നൊക്കെ പറഞ്ഞപ്പം ഇനി അങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് ആ പയ്യനെ സ്കൂളിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നു. ഊട്ടിയിലേതോ ബോർഡിംഗ് സ്കൂളിൽ നിന്ന് TC വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് ചേർത്തതാണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഇഷിത ഇങ്ങനെ നോക്കുക. TC കൊടുത്തതാവാനാണ് സാധ്യത ഒന്ന് പറഞ്ഞ്. രണ്ടാമത്തതിന് അവൻ കുട്ടികളുടെ മുഖത്ത് ഇടിയാണെന്നാണ് കേട്ടത്. അപ്പോൾ ആ കുട്ടിയുടെ പേരെന്താണെന്ന് ചോദിച്ചപ്പം ആദ്യം എങ്ങാണ്ടാണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ ഈ പോലീസുകാരൻ എല്ലാ കഥകളും ഇഷിതയോട് പറയാം. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ആദിയുടെ അച്ഛൻ ആരാണെന്ന് നിങ്ങളൊന്ന് കേൾക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഭർത്താവാണ്, പിന്നെ മഹേഷുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഇഷിത പറഞ്ഞു. അപ്പോൾ 3 വർഷമായി കാണും, നിൻ്റെ വിവാഹം പോലും ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക കേട്ടോ. സുഗതേട്ടൻ്റെ കൂടെ സ്ഥലങ്ങൾ മാറിയുള്ള ജീവിതം അല്ലേന്നൊക്കെ പറയുമ്പോൾ ആദ്യം പഠിക്കാൻ മിടുക്കനായിട്ടുള്ള കുട്ടിയായിരുന്നു, ഊട്ടിയിൽ നിന്നും രജനിയാണ് TC വാങ്ങിച്ചതെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവനെ ഇന്നത്തെ നിലയിൽ കൊണ്ടെത്തിച്ചതിൽ വലിയൊരു പങ്ക് ആകാശ് മേനോൻ ഉണ്ടെന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഇഷിത പറയുക കേട്ടോ. മഹേഷിൻ്റെ ബദ്ധശത്രുവായിട്ടാണ് ആകാശ് മേനോൻ കാണുന്നതെന്നും മകനെ വെച്ച് മഹേഷിനോട് പ്രതികാരം ചെയ്യുകയാണ് അയാളെന്ന കാര്യം പറഞ്ഞു. അവൻ്റെ അമ്മയെന്ന് പറയുന്ന സ്ത്രീയോ അവരൊന്നും അറിയുന്നില്ലേ എന്ന് ചോദിച്ചു സുഗതൻ. അപ്പോൾ അവരെപ്പറ്റി ഞാൻ എന്ത് പറയാനാണ് സാർ, മകൻ്റെ ജീവിതം നശിച്ചു പോകുന്നതിലോ ആ അമ്മയ്ക്ക് ഒരു ഉത്കണ്ഠയും ഇല്ലാന്ന കാര്യമൊക്കെ നമ്മുടെ ഇഷിത ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഒരു തരത്തിൽ നമ്മുടെ ഇഷിത അതൊന്ന് സെറ്റാക്കി കൊണ്ടുവരും കേട്ടോ. അപ്പോൾ എൻ്റെ മകൻ്റെ അതേ പ്രായം തന്നെയാണ്, സ്നേഹം കിട്ടാതെ പോയതിൻ്റെ പ്രശ്നം തന്നെയാണ് ആ കുട്ടിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇവർ പറഞ്ഞു. ആകാശ് മേനോൻ പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരുത്തനാണെന്നും അവൻ്റെ കൺട്രോളിൽ ആ കുട്ടിക്ക് നല്ലൊരു ഭാവി ഉണ്ടാവില്ല എന്നുള്ള കാര്യങ്ങളും ഈ സുഗതൻ എന്ന് പറഞ്ഞ ചേട്ടൻ പറയാം. മകൻ അച്ഛനോടുള്ള വെറുപ്പില്ലാണ്ടാക്കി മകനെ കൂടെ കൂട്ടാനായിട്ട് മേഡം മഹേഷിനോട് പറയാനായിട്ട് ആ സുഗതൻ പറഞ്ഞു. പിന്നെ ഞാൻ മറ്റു നടപടികളിലേക്കൊന്നും പോകുന്നില്ല എന്ന് പറയുമ്പം താങ്ക് യു സാർ, ഒരുപാട് നന്ദിയുണ്ടെന്ന് പറഞ്ഞു. നാളെ കിരണിന് നല്ലൊരു ഫ്രണ്ടായി തീരും, എനിക്കത് സാറിന് ഉറപ്പ് തരാൻ കഴിയുമെന്ന് പറയുമ്പം ഇഷിത സ്കൂളിൽ നിന്ന് ആക്ഷൻ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ രക്ഷിതാക്കളെ എന്തായാലും പ്രിൻസിപ്പൾ വിളിക്കും, സുഗതൻ സാറിൻ്റെ തീരുമാനമായിരിക്കും അതിൽ പ്രധാനമെന്ന് പറയുമ്പം മേഡത്തിൻ്റെ മനസ്സും വാക്കും അതെനിക്ക് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. എന്തായാലും സ്കൂളിൽ നിന്ന് ആദ്യം വിളി വരട്ടെ, അതിനുശേഷം നമുക്ക് നോക്കാമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് മോനെ ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചപ്പം അതിനെന്താ അകത്തേക്ക് കയറി ചെന്നോളാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് കാണാം ഇഷിതയെ എന്നും പറഞ്ഞിട്ട് അവർ പരസ്പരം സംസാരിച്ച് പിരിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഇഷിത ഇങ്ങനെ അവിടെ വിഷമിച്ച് നിൽക്കുക.
ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ആകാശ ഫോണിൽ വിളിക്കുക, അണയാൻ പോകുന്ന വിളക്ക് അത് ആളിക്കത്തും എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ആദ്യം അങ്ങോട്ടേക്ക് വരുന്നത്. അവനെ ഞാൻ ശരിയാക്കി തരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദ്യം വന്ന് അവിടെ ഇരിക്കുക. അപ്പോൾ അത് വിളക്കിൻ്റെ ഒരു പ്രശ്നം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ആകാശം സംസാരിക്കുക. അച്ചായൻ കേട്ടതും മഹേഷിൻ്റെ പിടച്ചിലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും തുള്ളി ഉറഞ്ഞതേ വരുന്നു രചന. എടാ, നിന്റെ സ്കൂളിലെ പ്രിൻസിപ്പൾ എന്നെ വിളിച്ചിരുന്നു, അയാൾ പറഞ്ഞത് സത്യമാണോടാന്ന് ചോദിച്ചു. അപ്പോൾ അതിനു മുൻപ് അമ്മയോട് ഞാൻ ചോദിക്കട്ടെ എന്ന് ചോദിച്ചു ആദി. എനിക്ക് എത്ര ഡാഡിമാരുണ്ട് എന്ന് നമ്മുടെ ആദി രചനയോട് ചോദിക്കുമ്പോൾ രചന ഞെട്ടി. എൻ്റെ സ്കൂളിലെ കുട്ടികൾ എന്നോട് ചോദിക്കാൻ തുടങ്ങി, നിനക്ക് എത്ര ഡാഡിമാരുണ്ട് എന്ന് പറ, നിങ്ങളെനിക്ക് മറുപടി തരാൻ ആദി രചനയോട് പറയാം. ഒരാൾക്ക് ഒരു ഡാഡിയേ ഉള്ളൂ, എനിക്ക് ഇരട്ട ഡാഡിമാരാണെന്നാണ് പറഞ്ഞതെന്നൊക്കെ പറയുമ്പോഴേക്കും ആകാശം ഇടയ്ക്ക് കയറിയിട്ട്, മോനെ ആരാ മോനെ നിന്നോട് അങ്ങനെ ചോദിച്ചത്? നിനക്ക് അവൻ്റെ ചെകിടടിച്ച് പൊട്ടിക്കാൻ മേലായിരുന്നു എന്ന് ചോദിച്ചു. ചെകിടത്തല്ല, അവൻ്റെ മൂക്കിനിട്ടാണ് ഞാൻ പൊട്ടിച്ചതെന്ന് ആദ്യം നേരം പറഞ്ഞു. അയ്യോ, ആകാശിൻ്റെ ചിരി കാണായിരുന്നു. അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറയുമ്പോൾ വെരി ഗുഡ് വെരി ഗുഡ്, നീയാണോടാ ആൺകുട്ടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുക കേട്ടോ. ഇനി ഒരുത്തനും നിന്റെ നേരെ വിരൽ ചൂണ്ടരുത് മോനെ, നിന്നെ ഒരു ഹീറോ ആയിട്ടാണ് ഞാൻ വളർത്തുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദിയോട് ഈ ആകാശ് പറയുമ്പോൾ പ്രിൻസിപ്പൾ എന്നെ വിളിച്ചായിരുന്നു. ഇവൻ കിരൺ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ മൂക്കിടിച്ച് തകർത്തെന്നാണ് പറഞ്ഞത്. എന്തൊക്കെയാണെന്നോ അയാൾ പറഞ്ഞത്? നാളെ 11 മണിക്ക് സ്കൂളിൽ ചെന്ന് TC വാങ്ങണമെന്നാണ് പറഞ്ഞതെന്നൊക്കെ പറയുമ്പോൾ ആദ്യം നോക്കുക, ഇവൻ്റെ അവിടുത്തെ പഠിപ്പും തീർന്നു എന്നും പറഞ്ഞുകൊണ്ട് രചന ഇങ്ങനെ പറഞ്ഞു. അത് അയാളാണോ അതിന് തീരുമാനിക്കുന്നതെന്ന് ആകാശ്. ഇവനെ അയാൾ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. ആദ്യം ആ ചെറുക്കൻ്റെ മൂക്കിനെടുത്തതിനുള്ള കാരണം അങ്ങ് പറഞ്ഞാൽ മതി. അതെങ്ങനെ പറയണമെന്നൊക്കെ എനിക്ക് അറിയാമെന്ന് ആകാശ് പറയുമ്പോൾ, ഞാൻ ചോദിച്ചതിന് അമ്മ എനിക്ക് മറുപടി തന്നില്ല. ഡാഡി എന്ന് പറയുന്ന ഒരാൾ സ്കൂളിൽ വരും, മറ്റൊരാൾ അമ്മയുടെ കൂടെ വരും. അതിൻ്റെ നാണക്കേട് എനിക്കാണെന്ന് പറയുമ്പം, ഇത് നിൻ്റെ അങ്കിളല്ലേ എന്ന് ചോദിച്ചു. അങ്കിളെന്ന് പറയുന്നത് അമ്മയുടെ ബ്രദറല്ലേ എന്ന് ആദ്യം ചോദിക്കുക. രചനയുടെ ഉത്തരം മുട്ടി. രചനയുടെ തോന്നിവാസം ചോദ്യം ചെയ്യാൻ തുടങ്ങി മകൻ. ആകാശങ്ങള് അമ്മയുടെ ബ്രദറാണോ ആണോ എന്നത് ചോദിക്കാം. ഞാൻ അങ്കിളാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും അത് വിശ്വസിക്കുമോ? ആദ്യം ചോദിച്ചപ്പോൾ രചന ഉത്തരം മുട്ടി നിൽക്കാം. എനിക്ക് വേണ്ടത് 2 ഡാഡിമാരെ അല്ല, ഒരു ഡാഡിയെയാണെന്നും പറഞ്ഞു കൊച്ചങ്ങോട്ട് ഒച്ച വയ്ക്കാൻ തുടങ്ങി. എൻ്റെ പേര് പറഞ്ഞിന് 2 ഡാഡിമാർ സ്കൂളിൽ വരണ്ട എന്നും പറഞ്ഞ് ആദ്യം അവിടുന്ന് ഒച്ച വെച്ചിട്ട് അങ്ങോട്ടേക്ക് പോയി. രചന തീർന്ന് നിൽക്കുക. അപ്പം നീ കേട്ടില്ല ആകാശം എന്ന് ചോദിച്ചപ്പം ദേഷ്യം കൊണ്ട് അവൻ ഓരോന്ന് വിളിച്ചു പറഞ്ഞതാ, നീ ചുമ്മാ ഒന്നും വിചാരിക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ രചനയെ പറഞ്ഞ് ഇവൻ സോപ്പിട്ട് ഇങ്ങനെ തകർത്ത് തരിപ്പണമാക്കി ഇങ്ങനെ നിർത്തുന്നു. മഹേഷിൽ നിന്ന് എന്താണ് ഡാഡി എന്നുള്ള പേരിൽ ആദിക്ക് കിട്ടാൻ പോകുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ടായി ഇവന്. സ്നേഹവും കരുതലും ആണെങ്കിൽ അത് അവൻ എന്തായാലും വേണ്ട, അതിനിവിടെ ഞാനുണ്ട് എന്ന് ആകാശ് പറയുക. മക്കളെ പങ്കിട്ടെടുത്ത് പോകുന്നവരല്ലേ നിങ്ങൾ, അത് അവിടെ അവസാനിക്കണമെന്നും പറഞ്ഞിങ്ങനെ പറയുക. ആദിയുടെ കാര്യങ്ങളിൽ നിന്ന് തന്ത്രപൂർവ്വം മഹേഷിനെ അകറ്റി നിർത്തേണ്ട കാര്യം എപ്പോഴേ കഴിഞ്ഞു എന്നും ചോദിച്ചുകൊണ്ട് രജനിയെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഡാഡി മരിച്ചുപോയി എത്രയോ കുട്ടികളുണ്ട്, അതിലൊരാളാണ് നിന്റെ മകൻ. അവൻ അങ്ങനെ തന്നെ വേണം അതിനെ കരുതാൻ. പക്ഷേ അമ്മയുടെ വില അതങ്ങനെയല്ല, അത് നീ ആദ്യം ആലോചിക്കുക. അവനെ നീ കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ അവനിൽ നിന്ന് ഇങ്ങനെ ഒരു ചോദ്യം വരില്ല. മഹേഷിനെ നീ അവൻ്റെ കാര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ പറഞ്ഞുകൊണ്ട് രചനയെ ഫോഴ്സ് ചെയ്ത് ആവശ്യമുള്ളതും ഇല്ലാത്തതെല്ലാം പറഞ്ഞു പിടിപ്പിച്ച് ആകാശ് അവിടെ നിന്ന് പോയി. ഇവള് തലയ്ക്ക് ഭ്രാന്ത് കയറി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ രചനയുടെ അഴിഞ്ഞായിട്ട് മകൻ ചോദ്യം ചെയ്യുന്ന രചന ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെ. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ.